ഇന്ത്യക്കിട്ട് പണിയുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ പ്രധാന വിനോദമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം തന്നെ ഇന്ത്യ വിരുദ്ധതയിലാണ്. ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, തീവ്രവാദികളെ അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതേ പണി പാകിസ്ഥാനിലെ തീവ്രവാദികളും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളും പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പാകിസ്ഥാന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ വശം കിട്ടും. 100 കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനക്കാരെ ഉൾപ്പെടെ ഉള്ളവരെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പേടിയാണ്. അതെ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാർച്ച് 31-നകം പാകിസ്ഥാനിലുള്ള എല്ലാ അഫ്ഗാനികളും പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏപ്രിൽ 1-ന് പിടിച്ച എല്ലാത്തിനെയും പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 ലക്ഷത്തോളം പേര് അഫ്ഗാനികൾ പാകിസ്ഥാനിലുണ്ട്. അത് റെഫ്യൂജികളും അസൈലം സീക്കേഴ്സും ഒക്കെ ആയിട്ട് അവിടെ കുഴപ്പങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തുടങ്ങി പല കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പലായനം ചെയ്തു വന്നവരാണ് അവിടെയുള്ളവർ. അപ്പോൾ അതിൽ അഫ്ഗാൻ സിറ്റിസൺ കാർഡുള്ളവർ ACC അവർ സ്വയം പോകണം എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ്. അഫ്ഗാനിസ്ഥാനിൽ വരെ സിറ്റിസൺ കാർഡ് ഉണ്ടല്ലേ? ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സമ്മതിക്കത്തുമില്ല. ഇല്ല. ഇന്ത്യയിൽ പൗരത്വ കാർഡ് പറ്റത്തില്ല. ഒന്നും പറ്റില്ലല്ലോ. അവർക്ക് അങ്ങനെ ജീവിച്ചു പോകണമല്ലോ. അപ്പോൾ ഈ ACC ഉള്ള ആളുകൾ സ്വയം പോവുക മാർച്ച് 31-നകം. അല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഡിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഈ വിമാനത്തിൽ അമേരിക്ക ചെയ്ത പോലെ മാന്യമായിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. ചാട്ടവാറടിച്ച് അതിർത്തി കടത്തി വിടുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുക. 2023 നവംബർ 1 മുതൽ ഇങ്ങനത്തെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇവരെ പുറത്താക്കാൻ. ഇല്ലീഗൽ ഫോറിനേഴ്സ് റീപാട്രിയേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോകുന്നവരെ മരുന്ന് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അതല്ലാതെ പാകിസ്ഥാന് വേറെ എന്ത് പരിപാടിയാണുള്ളത്. ഇപ്പം മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ പുറത്താക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇവരെ സുരക്ഷാ ഭീഷണിയാണ് എന്ന് ഉത്തരവിൽ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ദേശീയ സുരക്ഷയ്ക്ക് ഈ അഫ്ഗാനികൾ ഭീഷണിയാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞു അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റോഹിംഗ്യക്കാർ ഇവിടെ കിടക്കുന്നത് സുരക്ഷാ ഭീഷണിയാണെന്ന് ഇന്ത്യ പറഞ്ഞാൽ ഇവിടുത്തെ സുഡാപ്പിയും സഖാപ്പിയും എല്ലാം കൂടെ ചാടിയണിക്കും. അതെ. അപ്പോൾ താലിബാൻ ബന്ധം ഇവരിൽ പലർക്കും ഉണ്ട്. താലിബാൻ ഇവരുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇവരെ വെച്ചതുകൊണ്ട് ഒരുപാട് പണച്ചെലവ് നേരിടുന്നുണ്ട് എന്നും പാകിസ്ഥാൻ ഞാൻ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ ഈ ഐക്യരാഷ്ട്ര ഏജൻസികളും ഇതിൻ്റെ അകത്ത് ഈ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങോട്ടുമൊക്കെ ഇത് ചെല്ലുമല്ലോ. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി അവിടെയൊക്കെയാണ് ഈ അഫ്ഗാനികൾ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവരെ ഇനി തന്നെത്താനെ പുറത്ത് പോയില്ലെങ്കിൽ ഇവരെ എല്ലാവരെയും പിടിച്ച് ഈ ആട്ടിൻപറ്റത്തെ പോലെ കൂട്ടി ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും ഒരു സ്ഥലത്താക്കിയിട്ട് ഡിപ്പോർട്ട് ചെയ്യും. അതാണ് പദ്ധതി. ഡിപ്പോർട്ട് ചെയ്യാൻ വിമാനമൊന്നും കൊണ്ടുപോകും, അതിർത്തി ബസ്സിലൊക്കെ കൊണ്ടുപോകും, കിട്ടാൽ മതി, തള്ളിയിടുകയുള്ളൂ. അങ്ങനെയുള്ളൂ. 2021 താലിബാൻ അധികാരം പിടിച്ചല്ലോ, അമേരിക്ക പോയി. അതിനുശേഷം ധാരാളം പേര് പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് വന്നു. അങ്ങനെ ഇപ്പോൾ ഇത് മൊത്തം 30 ലക്ഷം പേരുണ്ട്. വലിയ സംഖ്യയാണത്. അല്ല, ഇന്ത്യയിലെ മറ്റവരുടെ ഒക്കെ സംഖ്യ 10 കോടി വരുന്നല്ലേ പറയുന്നത്. എല്ലാം കൂടി ചേർക്കുമ്പോൾ ബംഗ്ലാദേശികളും എല്ലാം കൂടി 8 ലക്ഷം പേർക്ക് ഒരു രേഖയുമില്ല കയ്യിൽ, അഫ്ഗാനികൾ. പക്ഷെ മുസ്ലിങ്ങളാണല്ലോ എന്നുള്ള പരിഗണനയിലാണ് അന്ന് വച്ചത്. ഇതുപോലെ പുലിവാലാവെന്ന് കരുതിയില്ല. കാരണം ആദ്യം ഈ താലിബാനും മുജാഹിദ്ദീനുകളും ഒക്കെ സോവിയറ്റ് യൂണിയനെതിരെ പരിശീലനം കൊടുത്തിരുന്നത് പാകിസ്ഥാനാണല്ലോ. ഇങ്ങനെ വരുന്നു വിചാരിച്ചില്ല, നേരെ തിരിയും എന്നുള്ളത്. 1980-കളിൽ സോവിയറ്റ് അധിനിവേശക്കാലത്തും ധാരാളം പേര് പലായനം ചെയ്തു വന്നിരുന്നു. ബാക്കിയുള്ളവർ സെപ്റ്റംബർ 11-ന് ശേഷം അമേരിക്കയിലെ ആക്രമണമൊക്കെ നടന്നില്ലേ, അതിനുശേഷം ധാരാളം പേര് വന്നു. ഈ 2021 താലിബാൻ വന്ന ശേഷം അമേരിക്കയ്ക്ക് വേണ്ടിയും അവിടെ
അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടിയും നാറ്റോയ്ക്ക് വേണ്ടിയും ജോലി ചെയ്തിരുന്ന അഫ്ഗാനികളും ഉണ്ടായിരുന്നു. അപ്പോൾ താലിബാൻ ഭരണത്തിൽ അവർക്ക് അവിടെ നിൽക്കക്കളിയില്ല. അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടി ജോലി ചെയ്ത അഫ്ഗാനികൾ, നാറ്റോയ്ക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന അഫ്ഗാനികൾ, അപ്പോൾ അവർ സ്വാഭാവികമായും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ അവരും പുറത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. താലിബാൻ സമ്മതിക്കില്ലല്ലോ. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ വെടിവെച്ച് കൊല്ലും. ഇവരൊറ്റുകാരായിട്ടല്ലേ കരുതുള്ളൂ, ഇൻഫോർമൻസും. അപ്പോൾ കുറെ പേരെ അമേരിക്കയിൽ റീസെറ്റിൽ ചെയ്യിക്കാമെന്ന് ബൈഡൻ്റെ കാലത്ത് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ അമേരിക്കൻ പട്ടാളത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നവരെയൊക്കെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. ട്രംപ് അതിന് സമ്മതിക്കില്ലല്ലോ. അങ്ങേര് ഇത്തരം കുടിയേറ്റങ്ങൾക്കൊക്കെ എതിരാണ്. അപ്പോൾ ഇവർ പലതരത്തിൽ ഈ അഫ്ഗാനികൾ പെട്ട് കിടക്കുകയാണ്. കുറേ പേർക്ക് തിരിച്ചു പോകാനേ പറ്റില്ല അങ്ങോട്ട്. അപ്പോൾ അമേരിക്കൻ സർക്കാർ, മീഡിയ, എയ്ഡ് ഏജൻസീസ്, അവകാശ സംഘടനകളൊക്കെ ഇവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സോറോസ് സംഘടനകൾ എന്നൊക്കെ പറയാം. 2023 പാകിസ്ഥാൻ്റെ ഒരു ക്രാക്ക് ഡൗൺ, രേഖയില്ലാത്ത അഫ്ഗാനികൾക്കെതിരെ നടന്നിരുന്നു. 2 കൊല്ലം മുമ്പേ നടന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ഇത്. ഇപ്പോൾ ഇപ്പോൾ മറ്റേ TTP താലിബാൻ്റെ സഹായം ഉണ്ടല്ലോ, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റേ ഖൊറാസാൻ സംഘങ്ങളും ഒക്കെ പാകിസ്ഥാനെതിരെ ഇപ്പോൾ റമദാൻ കാലത്തും എല്ലാ ദിവസവും ആക്രമണം നടക്കുന്നു. അതെ, എല്ലാ ദിവസവും അവിടെ പാകിസ്ഥാനിലെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. മിനിഞ്ഞാന്നും നടന്നു. ആ ഖൈബർ പഖ്തൂൺഖ്വ ഭാഗത്ത് 5 പേരെ കൊന്നു. പള്ളിയുടെ അകത്ത്, മദ്രസയുടെ അകത്ത് ആക്രമണം നടന്നു. അപ്പോൾ 8,05,991 പേര് ഉണ്ടെന്നാണ് കണക്ക്, രേഖകളില്ലാത്തവർ. 3 ഘട്ടമായിട്ട് ഇവരെ ഡിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അഫ്ഗാൻ സിറ്റിസൺ ACC, അവരെ ഉടൻ ഇസ്ലാമാബാദ്, റാവൽപിണ്ടി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നീക്കും. എന്നിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിവിടും. കൂടെ ഈ അനധികൃതമായിട്ട് രേഖകളില്ലാതെ ഉള്ളവരെയും കൈകാര്യം ചെയ്യും. ഈ ACC അഫ്ഗാനിസ്ഥാൻ സിറ്റിസൺ കാർഡ് ഉള്ളവരാണ് 8 ലക്ഷം പേര്. അവരോടാണ് ഉടനെ പോകാൻ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രജിസ്ട്രേഷൻ, പ്രൂഫ് ഓഫ് രജിസ്ട്രേഷൻ കാർഡ് POR ഉള്ളവരെ പിന്നെ 2ാം ഘട്ടത്തിൽ അവരെ വിടും. ഇസ്ലാമാബാദിൽ നിന്നും റാവൽപിണ്ടിയിൽ നിന്ന് നീക്കും. ഉടനെ അഫ്ഗാനിസ്ഥാനിലേക്ക് അവരെ അയക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 ലക്ഷം പേര് ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട് ജൂൺ 30 വരെ, കഴിഞ്ഞ കൊല്ലം 14 ലക്ഷം അഭയാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 3ാം ഘട്ടത്തിൽ 40,000 പേരെ മാർച്ച് 31 തന്നെ പറഞ്ഞു വിടും. അത് വേറെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവർ. ഈ അമേരിക്കയായിട്ട് നാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ 40,000 പേരെ, ഇപ്പം നാറ്റോയ്ക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നവരും അമേരിക്കയ്ക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നവരും ഒക്കെയാണ് ആ 40,000 പേര്. അപ്പോൾ ഇത്രയും പേര്, അതായത് ഉടനെ 8 ലക്ഷം പേര്, ആകെ 30 ലക്ഷം പേര് പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻകാരെ ഈ താലിബാനെ പേടിച്ചിട്ട് പാകിസ്ഥാൻ പുറത്താക്കുകയാണ്. പ്രത്യേകിച്ചും ട്രംപ് വന്നതിൻ്റെ പ്രത്യാഘാതം കൂടിയാണ്. കാരണം ട്രംപിന് ഇങ്ങനൊരു പരിപാടി ഇല്ല. ഈ 40,000 പേര് ട്രംപ് എടുക്കാൻ പോകുന്നില്ല, പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകില്ല. അവർ അമേരിക്കയിൽ കൂടെ ജോലി ചെയ്തവരാണ്, ആ താവളങ്ങളിലൊക്കെ ജോലി ചെയ്തവരും ഒക്കെയാണ്. പക്ഷെ എടുക്കുന്നില്ല, ട്രംപ് എടുക്കുന്ന 2 ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെ സഹായിക്കാമെന്ന് നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു. ബൈഡന്റെ കാലത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നാറ്റോയുടെ കൂടെ ഉണ്ടായിരുന്നു, അമേരിക്കയുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അതിൽ വഴിയാതരായി. അവരെയാണ്ട് 90ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ്. അതിലാണ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ നമ്പർ പാകിസ്ഥാനിലുള്ളത്. അതെ, പാകിസ്ഥാനിൽ അതും കൂടി ഉണ്ട്. അത് വേറെയാണ്, അത് കൂടാതെയുള്ള കണക്കാണ് അല്ലേ ഇത്. പക്ഷെ അവരെ ചിലപ്പോൾ അമേരിക്ക കൊണ്ടുപോയിരിക്കും. അമേരിക്ക ആ വാക്ക് പാലിക്കാതിരിക്കില്ല എന്ന് തോന്നുന്നു. ഉറപ്പില്ല ആ കാര്യത്തിൽ എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞിട്ട് ഈ അഫ്ഗാനിസ്ഥാനികളെ പിടിച്ച് പുലിവാല് പിടിക്കാൻ
ട്രംപ് തയ്യാറാവും തോന്നുന്നു. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോ ഇസ്ലാം മൈൻഡൊക്കെ മറ്റേ ബൈഡനും സോറോസിനും അതെ ഒക്കെ അതെ ഉണ്ട്. അത് അല്ല അവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഇവിടെ തനിക്കുണം കാണിക്കും. ആ, അവിടുന്ന് തന്നെ ഇങ്ങനത്തെ ആളുകളെയൊക്കെ കളയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പാകിസ്ഥാൻകാരെ അവിടെ നിന്ന് പുറത്താക്കുന്നില്ലേ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ പുറത്താക്കുകയാണ്. അതെ, ഇനി വിസയില്ല എന്ന് പറഞ്ഞു. കാരണം 60 ദിവസത്തെ മറ്റോ അവലോകനം അവിടെ നടക്കുന്നില്ലേ, റിവ്യൂ. ഈ മാർച്ച് 15-നോ 12-നോ മറ്റോ മന്ത്രിസഭാ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ കൊടുക്കുന്നില്ല. അതെ, ട്രംപ് 2019 വന്നപ്പോൾ നടപ്പാക്കിയിരുന്നു. പാകിസ്ഥാൻ ഉറപ്പായി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇല്ല. ബാക്കി 7 എണ്ണമാണോ അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് ഈ 2-3 ദിവസത്തിനകം നമുക്കറിയാം. ഏതായാലും ലോകത്ത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് കാലം ഇത്ര നല്ലതല്ല, കാലക്കേടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.